അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊള്ളിയാൽ എങ്ങനെ ശരിയാവും? ഇത്രയും നാൾ സത്യസന്ധമായി എന്ത് പറ്റിയടാ? ദേവന്റെ അനുജ്ഞ മേടിച്ചില്ലെന്ന് അത് SIT കാരോട് ആര് പറഞ്ഞു? അയ്യപ്പ സ്വാമി ഒന്ന് പറഞ്ഞോ SIT കാരോട്? ഇത് കണിയല്ല കെണിയാ. ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അഭിലാഷ് പറ, അഭിലാഷിന്റെ പ്രേക്ഷകരോട് പറ. ആളുകളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ? നടക്കാൻ പോകുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, കുറ്റകരമായ അനാസ്ഥ മാത്രമല്ല, അയ്യപ്പന്റെ അമൂല്യമായ വസ്തുക്കൾ അന്യായമായി നഷ്ടം വരുത്താൻ ഒത്താശ ചെയ്തു എന്നാണ് ശബരിമല തന്ത്രിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേവന്റെ, അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. പിതൃസ്ഥാനീയനായ ആൾ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു എന്ന് പറയുന്നതിൽ വലിയ അപമാനം വേറൊന്നുണ്ട്. ശ്രീ അഭിലാഷ്, ഞാൻ ആദ്യം തന്നെ ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അറിയാതെ എന്റെ മുഖത്ത് പുച്ഛം വരികയാണെങ്കിലോ പരിഹാസം വരികയാണെങ്കിലോ നിങ്ങൾ ക്ഷമിക്കണം. ആദ്യം തന്നെ ഒരു വലിയ കൈയടി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണം. അതായത് ശബരിമല അയ്യപ്പന്റെ അനുജ്ഞ മേടിച്ചില്ലെന്ന് SIT കണ്ടെത്തി തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന്. അതെങ്ങനെ അയ്യപ്പൻ SITയോട് പറഞ്ഞോ ഞാൻ അനുജ്ഞ കൊടുത്തില്ല? ആ അയ്യപ്പന്റെ അനുജ്ഞ മേടിക്കാൻ അറിയുന്നതും അതിന്റെ തന്ത്രവിധി അറിയുന്നതും തന്ത്രിയല്ലേ? അത് മേടിച്ചില്ലെന്ന് SITയോട് ആര് പറഞ്ഞു? അയ്യപ്പനെ വിളിച്ച് പറഞ്ഞു ഞാൻ അനുമതി കൊടുത്തില്ല എന്ന്. കള്ളത്തരം പറയുന്നതിന് എന്തെങ്കിലും ഒരു മയവും മര്യാദയും വേണ്ടേ? ഞാൻ SITയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. കണ്ടോ, ഞാൻ പറഞ്ഞോട്ടെ സാർ, നോക്ക് ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ഞാനത് പറഞ്ഞോട്ടെ. ഹൈക്കോടതി ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് കാലിൽ തൊട്ട് പ്രണമിച്ച് പറയാനുള്ളത് എന്തൊരു വലിയ കള്ളത്തരമാണ് നടക്കുന്നത്. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു SITക്കാർക്ക് എവിടെ നിന്ന് കണ്ടെത്തി? ഏത് ഭരണഘടനയിൽ കണ്ടുവച്ചാണ് അവരിത് പറഞ്ഞത്? ഏത് IPCയുടെ സെക്ഷനിലാണ് ഈ ആചാര ലംഘനം SITക്കാർ കണ്ടെത്തിയത്? കള്ളം പറയുന്നതിനും മര്യാദയില്ലായ്മ പറയുന്നതിനും കള്ളക്കേസ് എടുക്കുന്നതിനും എന്തെങ്കിലും ബേസ് ഈ നാട്ടിലുണ്ടോ? അതായത് ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങൾ അറിയുന്ന തന്ത്രി, ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി, അവിടുത്തെ ആചാരങ്ങൾ നിശ്ചയിക്കുന്ന തന്ത്രി SITയുടെ ആചാരം പറഞ്ഞിട്ടാണോ കേൾക്കേണ്ടത്? കള്ളത്തരം പറയുന്നതിന് എന്തെങ്കിലും മാന്യതയുണ്ടോ? ഞാൻ ആദ്യം തന്നെ മാതൃഭൂമിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാര്യം ഞങ്ങൾ എല്ലാം ഒന്ന് പേടിച്ചിരുന്നത് ഏതെങ്കിലും രീതിയിൽ തന്ത്രിക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടി, തന്ത്രിയുമായിട്ട് മണി ട്രെയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിനേക്കാൾ കേസുണ്ടോ? മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണം നോക്കൂ. ഇത് റിമാൻഡ് റിപ്പോർട്ട് മാത്രമാണ്. അതൊക്കെ SIT അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. എന്റെ അഭിലാഷേ, സത്യസന്ധമായിട്ട് പറ, ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് പറ. എത്രയോ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അഭിലാഷ് പറ, അഭിലാഷിന്റെ പ്രേക്ഷകരോട് പറ. ആളുകളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ? മോനെ അടങ്ങ്. രാഹുൽ വിഷയം മാറ്റരുത്. വിഷയം മാറ്റരുത്. ഇവിടുത്തെ ചോദ്യം രാഹുൽ എന്തിനാ അറസ്റ്റ് ചെയ്തു എന്ന പ്രശ്നത്തിലേക്ക് ഒരു എന്തിനാ അറസ്റ്റ് ചെയ്തത്? ആചാര ലംഘനം നടന്നു എന്ന് SITക്ക് എങ്ങനെ അറിയാം? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ആചാര ലംഘനങ്ങൾ നടന്നു എന്ന SIT തീരുമാനിക്കുന്നത്. ചോദ്യം രാഹുൽ ഒരു സെക്കൻഡ്, ഞാൻ പ്രകോപനമല്ല നല്ല ഭാഷയിൽ പറയാം. ബഹുമാനപ്പെട്ട SITയോട് ഏറ്റവും ആദരവോടുകൂടി പറയാനുള്ളത്, ആചാരം എന്താണെന്നും ആചാര കാര്യങ്ങൾ എന്താണെന്നും തീരുമാനിക്കുന്നത് ആ ക്ഷേത്രത്തിലെ തന്ത്രിയും യജമാനനും അവിടുത്തെ മേൽശാന്തിമാരും കൂടിയാണ്. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അതിന്റെ പരമാധികാരിയായ തന്ത്രി ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞല്ല അറസ്റ്റ് ചെയ്തത്. രാഹുലെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? പറയാൻ സമ്മതിക്ക്. ആചാരം അനുസരിച്ച് ദേവന്റെ അനുജ്ഞ വാങ്ങിയതിന് ശേഷമാണ് ശ്രീകോവിലിലെ വസ്തുക്കൾ പുറത്തെടുത്ത് അറ്റകുറ്റപ്പണിക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്ത്രിക്ക് അറിയാം. അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഇല്ല എന്ന് തന്ത്രിക്ക് അറിയാം. പക്ഷേ അദ്ദേഹം ഈ സ്വർണം കൊടുത്തു വിടുന്നതിന് കൂട്ടുനിന്നു, ഒത്താശ ചെയ്തു. അദ്ദേഹം മഹസറിൽ എഴുതി ഒപ്പിട്ടു. ഭീകരൻ കൊട്ടും ഭീകരൻ. രാഹുൽ ഈശ്വറെ, അദ്ദേഹം മഹസറിൽ ഒപ്പിട്ടു. തന്ത്രിയുടെ ഒപ്പില്ലാതെ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. തന്ത്രിയുടെ ഒപ്പില്ലാതെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? തന്ത്രി ഇത് ഒരു നടപടിക്രമവും താന്ത്രികമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്ത്രി അകത്തിരുന്ന സാധനം എടുത്ത് കൊടുത്തന്നേ. അങ്ങനെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഒത്താശ ചെയ്തു. അതിന് ഗൂഢാലോചന നടത്തി. അതാണ് തന്ത്രിക്കെതിരെയുള്ള ചാർജ്. അല്ലാതെ ആചാരം ലംഘിച്ചതിനല്ല. ആചാരം ലംഘിച്ചതിന് IPCയിൽ ശിക്ഷയൊന്നുമില്ലല്ലോ. ഇനി മറുപടി പറഞ്ഞോട്ടെ. അഭിലാഷ് തുടങ്ങിയത് എന്താണ്? ആദ്യ വരി മൂന്നെന്നാണ്. ദേവന്റെ അനുജ്ഞ മേടിച്ചില്ലെന്ന് അത് SITക്കാരോട് ആര് പറഞ്ഞു?
അയ്യപ്പ സ്വാമി ഒന്ന് പറഞ്ഞോ SIT കാരോട്? അവിടെ SIT അയ്യപ്പന്റെ അങ്ങനെ മൊഴിയെടുത്തോ? തന്ത്രിയുടെ തന്നെ മൊഴി പറയട്ടെ ഉണ്ടാവുന്നു. ഞാൻ ഒരു വരി പറയട്ടെ, നിങ്ങളുടെ ചോദ്യത്തിന്റെ 10-1 സമയം തരൂ. നിങ്ങൾ ഓരോ തന്ത്രിയെ മലയാളികളും ചോദ്യം ചെയ്തല്ലോ. ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഓരോ തന്ത്രിയെ മലയാളിയും ചോദ്യം ഓരോ ചെയ്തപ്പോൾ അയ്യപ്പ പറഞ്ഞതാണ്. വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 2 വരി കേൾക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതായത് അയ്യപ്പൻ അനുജ്ഞ കൊടുത്തില്ലെന്ന് അയ്യപ്പൻ SITക്ക് മൊഴി കൊടുത്തോ? ശബരിമലയിൽ പിന്നെ ആര് എത്ര മൊഴി കൊടുത്തു? പരികർമ്മികളുണ്ട്, മേൽശാന്തിയുണ്ട്, ആ പരികർമ്മി അല്ല കീഴ്ശാന്തിയുണ്ട്, സാർ. പൂജാരികളുണ്ട്, അയ്യപ്പന്റെ അനുജ്ഞ തന്ത്രിയുണ്ട്. മേടിക്കുന്ന അവരുടെയൊക്കെ മൊഴി തന്ത്രിയാണ്. എടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വരൻ. എന്താണ് ഇതിന്റെ അടിസ്ഥാനങ്ങൾ അറിയാതെ സംസാരിക്കരുത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അനുജ്ഞ എന്ന് പറഞ്ഞാൽ ദേവനും തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിന്റെ ഭാഗമായി അയ്യപ്പ സ്വാമിയോട് തന്ത്രി അനുമതി ചോദിക്കുന്നു. അത് മെസ്സേജ് അയച്ചു, ഇമെയിൽ അയച്ചു അല്ല, നിലവിളിച്ചോണ്ടല്ല ചോദിക്കുന്നത്, ധ്യാനത്തിലാണ് ചോദിക്കുന്നത്. ഒരു മാറ്റവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഒറ്റ കാര്യം, മാതൃഭൂമിയെ അഭിനന്ദിക്കുന്നു. ഒരു അമ്മാവൻ അങ്ങനെ മൊഴി കൊടുത്തോ ഇല്ലയോ എന്ന് രാഹുൽ അന്വേഷിച്ചോ, അറിഞ്ഞോ? തന്ത്രിയോട് എനിക്കറിയില്ല. നിങ്ങളുടെ മാതൃഭൂമി ചാനലിനോട് എനിക്ക് വിശ്വാസമാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ അഭിലാഷയെ ഒന്ന് ഞാൻ പറയണ കേൾപ്പിക്കൂ. സാധാരണ ജനങ്ങൾ ഈ കള്ളത്തരം മനസ്സിലാക്കട്ടെ. ഇപ്പോൾ വ്യക്തമായില്ലേ യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ കുടുക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന്. തേങ്ങ കൊല. അതായത് അനുജ്ഞ മേടിച്ചില്ല, ആചാരങ്ങൾ നോക്കാതെ കൊടുത്തുവിട്ടു, സ്വർണ്ണപ്പാളി കൊടുക്കുന്നത് തടഞ്ഞില്ല എന്ന് തന്ത്രിക്ക് എങ്ങനെ അറിയാം ഇയാൾ വോട്ടിക്കാൻ പോവാണെന്ന്? ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെ അറിയാം തന്ത്രിക്ക്? തന്ത്രിക്ക് എന്തായാലും ഉത്തരവാദിത്തം. ഇനി ഒരു വരി എനിക്ക് പറയാൻ അവസരം തരൂ. ഒരു വരി വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോ ഇതൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. മഹാന്മാരല്ലോ. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ആചാരപരമായ കാര്യങ്ങളാണ് തന്ത്രിയുടെ. ഇനി ഒരു വരി തരൂ. പോയിന്റ് ജനങ്ങൾ കേൾക്കട്ടെ. ആചാരപരമായ കാര്യങ്ങൾ തന്ത്രി ചെയ്യണം എന്ന് താങ്കൾ പറഞ്ഞു. ആചാരപരമായ കാര്യങ്ങൾ SIT ആണോ തീരുമാനിക്കുന്നത്? ആചാരപരമായ കാര്യങ്ങൾ ചെയ്യാതെയാണ് തന്ത്രി ഇതെടുത്ത് വെയിറ്റ് ചെയ്യൂ. 2 രീതിയിലാണ് കാര്യങ്ങൾ. ആചാരപരം, അഡ്മിനിസ്ട്രേറ്റീവ്. ആചാര കാര്യങ്ങൾ തന്ത്രിയാണ് തീരുമാനിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത്. അതിനൊന്നുമില്ല. ഏത് പൂജ വേണമെന്ന് തീരുമാനിക്കുന്ന തന്ത്രിയാണ്. പക്ഷെ ആ പൂജയ്ക്ക് ഏത് പൂവ് വേണമെന്ന് തന്ത്രിക്ക് തീരുമാനിക്കാമെങ്കിലും ആ പൂവ് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അതായത് ഒരമ്പലത്തിൽ ഇന്ന പൂവ് വേണമെന്ന് തന്ത്രി പറഞ്ഞാൽ അത് എവിടെ നിന്ന് മേടിക്കുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡാണ്. ആ പൂവിന്റെ കാര്യത്തിൽ ഒരു അഴിമതി ഉണ്ടായാൽ തന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. കാര്യം തന്ത്രി റിച്വലിസ്റ്റിക് ഫാദർ ആണ്, തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് അല്ല. അത് ഭയങ്കരം തന്നെ. ഉത്തരവാദിത്തമില്ല. റിച്വലിസ്റ്റിക് ആയ കാര്യങ്ങൾ എന്നിട്ട് തന്ത്രി ചെയ്തു. പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാര ലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് 1-ാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഈ കേസിലേക്ക് 13-ാം പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് അനിവാര്യമാണ്. ഗൂഢാലോചന നടത്തി അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് തന്ത്രിക്കെതിരെയുള്ള ചാർജ്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? തന്ത്രി ആചാരപരമല്ല എന്ന് SIT ആർക്ക് മൊഴി കൊടുത്തു? SITക്ക് ആരാ മൊഴി കൊടുത്തേ? തന്ത്രി ആചാരങ്ങൾ പാലിച്ചില്ലെന്ന് മൊഴിയെടുത്തു എന്നുള്ളത് SIT പറയട്ടെ. ആരുടെ? ആചാര കാര്യങ്ങളിൽ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് SIT നടത്തുന്നത്. കേരള ഹൈക്കോടതിയുടെ അറിയാം ശബരിമലയിലെ ആചാരം എന്താണെന്ന്. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് SIT അന്വേഷിക്കുന്നത്. ശബരിമലയിലെ ആചാരം എന്താണ്? കോടതിയെ ബോധിപ്പിച്ച പോലെ ആര് മൊഴി കൊടുത്തു? നടക്കുന്നത് കോടതിയെ ബോധിപ്പിച്ച പോലെ ആര് മൊഴി കൊടുത്തു? തീർച്ചയായിട്ടും. ഇനി ഒരു കാര്യം ബോധിപ്പിക്കണം. നാളെ കോടതി തിരിഞ്ഞ് തന്ത്രിക്കെതിരെ പരാമർശം പറയുകയാണെങ്കിൽ അങ്ങയുടെ ചാനലിലടക്കം വന്നിരുന്ന് ഞങ്ങൾ തന്ത്രിയെ തള്ളി പറയും. ഒരു മടിയില്ല. കണ്ഠരര് രാജീവരും ഞാനും പരസ്യമായി വിയോജിച്ചിട്ടുള്ള വ്യക്തികളാണ്. ശബരിമല യുവതി പ്രവേശന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുള്ളവരാണ്. ഒരു സംശയവുമില്ല, അയ്യപ്പനാണ് വലുത്, തന്ത്രിയല്ല. പക്ഷേ ഒരാളെ പുറകെ നടന്ന് കൊടുക്കരുത്, കള്ളക്കേസിൽ പെടുത്തരുത്. അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും കള്ളക്കേസിൽ പെടുത്തരുത്. അതുകൊണ്ട് കണ്ഠരര് രാജീവരോട് വ്യക്തിബന്ധമുള്ളതുകൊണ്ടോ ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ല പറയുന്നത്. നിന്നെ സമ്മതിക്കണം. കണ്ഠരര് രാജീവർ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധിയാണ്. രാഹുലെ SITക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച്
അദ്ദേഹം ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. രാഹുലിന് ലഭ്യമായ വിവരം അനുസരിച്ച് ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. SIT എന്ന് പറയുന്ന സംവിധാനം കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിതാന്ത നിരീക്ഷണത്തിലാണ്. ഇന്ന് വരെ ദേവസ്വം ബെഞ്ചിന് അന്വേഷണ സംഘത്തെ കുറിച്ച് ഒരു മതിപ്പ് കുറവില്ല. കേരള ഹൈക്കോടതിയുടെ സ്കാനറിൽ, കേരള ഹൈക്കോടതിയുടെ റഡാറിൽ നടക്കുന്ന അന്വേഷണമാണിത്. ആ അന്വേഷണത്തിൽ അവസാനമായിട്ടും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് അമ്പലത്തിലെ ആചാര ലംഘനത്തിന് പിന്നെ SITക്ക് നിയമം അറിയില്ല, SITക്ക് ആചാരം അറിയില്ല. SITക്ക് എങ്ങനെ ആചാരം അറിയുന്നത്? അല്ല, ആചാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല തന്ത്രി സ്വർണം കടത്തിയതിന് ഗൂഢാലോചന, കുറ്റകരമായ ഗൂഢാലോചന തന്ത്രി നടത്തി എന്നാണ് SIT പറയുന്നത്. SIT ആ കാര്യം കോടതിയെ ബോധിപ്പിക്കട്ടെ. തന്ത്രിക്ക് എങ്ങനെ അറിയാം? അതാണ് പറഞ്ഞത്. ഇയാൾക്ക് കുറെ നേരമായല്ലോ കണക്കുണ ആചാര ലംഘനത്തിന് ആദ്യമായിട്ടാണ് ഇന്ത്യ കേസെടുക്കുന്നത്. ആചാര ലംഘനത്തിന് കേസെടുക്കാൻ എന്തായാലും ഭാരത് ന്യായ സംഹിതയിൽ വകുപ്പൊന്നുമില്ലല്ലോ. ആചാര ലംഘനത്തിനല്ല കേസെടുത്തിരിക്കുന്നത്. എന്തിനാണ് ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന? കേസെടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തിയതിനാണ്. ദേവസ്വം ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് അന്യായമായ ലാഭവും ഉണ്ടാക്കി കൊടുത്തതിനാണ്. എന്തോന്നാടോ ഇത്? തെറ്റിദ്ധരിപ്പിക്കല്ലേ? ആചാര ലംഘനത്തിനല്ല. ഗൂഢാലോചന നടത്തി ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തിയതിന് ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടം ഉണ്ടാക്കിയതിന്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും അന്യായമായ ലാഭം ഉണ്ടാക്കിയതിന് അതിനാണ് അറസ്റ്റ്. ആചാര ലംഘനത്തിലാണ് അറസ്റ്റ് എന്ന് പറയരുത്. ദേവന്റെ അനുജ്ഞ മേടിക്കാതെ അല്ലെങ്കിൽ അനുമതി മേടിക്കാതെ തന്ത്രി ഈ പാളികൾ എടുത്തു കൊടുക്കാൻ നിന്നു എന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ല. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ. ദേവൻ അനുമതി കൊടുത്തില്ലെന്ന് SITയോട് ആര് പറഞ്ഞു? അയ്യപ്പൻ വന്ന് പറഞ്ഞോ? അവർക്കറിയില്ല എന്തിന് തന്ത്രി ഇതിന് കൂട്ടുനിന്നു. തന്ത്രി എന്തിന് ഇതിന് ഒത്താശ നൽകി? അതാണ് തന്ത്രി ഉത്തരം പറയേണ്ട കാര്യം. അതിന് ഉത്തരം പറയാൻ ഇതിനെന്തൊരു തോൽവിയാടാ. തന്ത്രി അറസ്റ്റ് ചെയ്യില്ലായിരുന്നല്ലോ. തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കടത്താൻ ഒത്താശ ചെയ്തതിനുമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് കണ്ടൊരു രാജീവര് കൊണ്ടുവന്നെങ്കിൽ 2019 അയാൾ ഒരു കള്ളം ചെയ്തതിന് ഇയാൾ എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത്? എന്തെങ്കിലും ലോജിക് 2007 കൊണ്ടുവന്നതിനല്ല. 2007 കൊണ്ടുവന്നതിനല്ല. ഒരു ശക്കല കുഴപ്പമുണ്ട്. ശരി, ഒരു അഭിലാഷം, ഒരു കാര്യം ഈ കൊള്ളയ്ക്ക് കൂട്ടുന്നതിനാണ്. തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയ റിപ്പോർട്ടിലുണ്ടോ? എന്റെ പൊന്ന് രാഹുലീശ്വര അഡ്വക്കേറ്റ് അല്ലേ? ഒരു കസ്റ്റഡി അപേക്ഷയിലാണോ തന്ത്രി ഉണ്ടാക്കിയ ലാഭത്തിന്റെ കണക്ക് പറയുന്നത്? ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലാന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു. അല്ലല്ല, അത് നമുക്ക് ചാർജ് കൊടുക്കുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലാണോ അന്യായമായ ലാഭം ഉണ്ടാക്കിയ കാര്യമൊക്കെ എഴുതി വെക്കുക. അന്വേഷണം തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഫ്രിവലസ് കേസിൽ എന്തിനാ അറസ്റ്റ് ചെയ്തത്? ഇത്തരം ഫ്രിവലസ് കേസിൽ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിപ്പോ അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പൊള്ളിയാൽ എങ്ങനെ ശരിയാവും? ഇത്രയും നാൾ അറസ്റ്റ് സത്യസന്ധമായി അത് പറയരുത്, അത് മാത്രം എന്നോട് പറയരുത്. ഇത്രയും നാൾ അന്വേഷണ സംഘത്തിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാൾ കോടതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാൾ ശരിയായ ദിശയിലായിരുന്നല്ലോ അന്വേഷണം. വളഞ്ഞ വഴിയാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. എവിടെ വളഞ്ഞ വഴി? എന്ത് വളഞ്ഞ വഴി? ദേവന്റെ അനുമതി മേടിക്കാത്തതിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗൂഢാലോചന നടത്തി സ്വർണം കൊണ്ടുപോകാൻ കൂട്ടുന്നതിനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം എടുത്തു കൊടുത്തതിനാണ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഗൂഢാലോചന നടത്തി ബോർഡിന് നഷ്ടമുണ്ടാക്കിയതിനാണ്, ശബരിമലയ്ക്ക് നഷ്ടമുണ്ടാക്കിയതിനാണ്. എന്തോ അഭിലാഷേ പറയണേ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയാണോ സ്വർണ്ണം എടുത്തു കൊടുക്കുന്നത്? ദേവസ്വം ബോർഡല്ലേ തന്ത്രി പ്രൊസീജിയറിന്റെ ഭാഗമായി തന്ത്രിയുടെ അനുജ്ഞയോടുകൂടി, തന്ത്രിയുടെ ഒപ്പോടുകൂടി, തന്ത്രിയല്ലേ മഹസറിന്റെ താഴെ ഒപ്പിട്ടിരിക്കുന്നത്. തന്ത്രിയല്ലേ ഒപ്പിടേണ്ടത്. ദേവനൊന്നും ഒപ്പിടാൻ പറ്റില്ലല്ലോ. ഇല്ല, അനുമതി ദേവൻ കൊടുക്കും. അതൊരു പ്രൊസീജിയറാണ്. ദേവസ്വം ബോർഡുകാര് തന്ത്രിക്ക് റിക്വസ്റ്റ് കൊടുത്താൽ തന്ത്രിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്തായാലും അയ്യപ്പനൊന്നും ഒപ്പിടാൻ പറ്റില്ലല്ലോ. ശരിക്കും ഒരു ഉൾക്കുത്ത് തോന്നുന്നില്ലേ? കാര്യത്തിന് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണം കൊണ്ടുപോയ കേസിലാണ് കൊണ്ടുപോയ ആളുകളെ ന്യായീകരിക്കുന്നത് രാഹുലീശ്വരെ. ന്യായീകരിക്കുന്നത് വിശ്വാസിയാണെങ്കിൽ താങ്കൾക്കാണ് തോന്നേണ്ടത്.
വിശ്വാസിയാണെങ്കിൽ താങ്കൾക്കാണ് ആ ഉൾക്കൂട്ട് തോന്നേണ്ടത്. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ഹൈക്കോടതി അയ്യപ്പ ഭക്തന് കൂറുണ്ടാവേണ്ടത് രാഹുൽ ഈശ്വരെ അയ്യപ്പനോടാണ്. അയ്യപ്പ ഭക്തനാണെങ്കിൽ അയ്യപ്പ ഭക്തന് ഭക്തിയും കൂറും വിശ്വാസവും ഉണ്ടാവേണ്ടത് അയ്യപ്പനോടാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടണം. അതൊക്കെ കോടതി ഇടപെട്ടോളൂ. കോടതി നമ്മൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ ഇടപെടാൻ. കരിവാരി തേക്കുകയാണ് കോടതി നമ്മൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ ഇടപെടാൻ. പ്രതീക്ഷ. ഈ സാറിനെ നിങ്ങളൊക്കെ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക. രാഹുൽ ഈശ്വര വിശ്വാസിയാണെങ്കിൽ കൂറും വിശ്വസ്തതയും ഒക്കെ പുലർത്തേണ്ടത് അയ്യപ്പനോടാണ്. നോക്കൂ, അയ്യപ്പനോട് വിശ്വാസം ഉള്ളതുകൊണ്ടാ പറയുന്നത്. നാളെ കോടതി തന്ത്രിക്കെതിരെ പരാമർശം വന്നാൽ ഞങ്ങൾ പരസ്യമായി തള്ളിപ്പറയും. ഒച്ചേമ്പോൾ ഉണ്ടാക്കാണ്ട് പോടാ. ശബരിമല തന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഞങ്ങളടക്കം പരസ്യമായി തള്ളിപ്പറയും. പിന്നെ അതുവരെ കാത്തുക. വിഴുങ്ങാൻ തയ്യാറായിക്കോണം. അനുബന്ധ വാളികളും മറ്റും കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ നൽകിയതിന് കേസുണ്ടോ? എന്തോന്നാ പറയണേ? ഗൂഢാലോചന നടത്തിയതിന് കേസുണ്ടല്ലോ. എന്ത് കേസ്? എന്ത് ഗൂഢാലോചന? ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ? കുമാർ സാറിനും വാസു സാറിനും എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയോ ഡ്യൂട്ടി പരമായ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആണ്. തന്ത്രിക്ക് ഇതിലില്ല. കാര്യം ഇതൊരു ആചാരപരമായ കാര്യമല്ല. ഗൂഢാലോചന നടത്തിയതിന് കേസെടുത്താലോ? ശ്രീ അഭിലാഷേ, തന്ത്രിയെ കുടുക്കി ബാക്കി ആൾക്കാരിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രമാണ്. ഹൈക്കോടതിയിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാ പറയുന്നത്. ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വീഴും. അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? അയ്യോ, 100%. അയ്യപ്പനിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് 5 സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ ഉത്തരവ് ഞങ്ങൾ മറികടന്നത്. ആ അയ്യപ്പൻ ഈ വിഷമഘട്ടങ്ങൾ കടത്തി തരിക തന്നെ ചെയ്യും ഉറപ്പായിട്ട്. അതെ, അത് നമുക്ക് നോക്കാം. എന്തായാലും ഹൈക്കോടതിയുടെ മുമ്പിലും എത്തുമല്ലോ. ഇപ്പൊ എന്തായാലും കോടതികളുടെ മുമ്പിലുണ്ട്, അവര് പരിശോധിക്കട്ടെ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കണ്ടപ്പോഴേ തോന്നി എന്ന് ഞാൻ അങ്ങോട്ട്